ഈ തവണത്തെ ഓണാഘോഷവും ഓണത്തിന്റെ ആവേശത്തിനോടും ബൈ ബൈ പറയാനായിട്ടില്ല. കാരണം തൃശ്ശൂരിന്റെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള പുലിക്കളി ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. ലോക മലയാളികൾ എപ്പോഴും നമ്മൾ ഏറ്റവും ഇഷ്ടത്തോടു കൂടി കാണുന്ന അല്ലെങ്കിൽ കൗതുകത്തോടു കൂടി കാണുന്ന പുലിക്കളി, അതിന്റെ ഒരുക്കം മുതൽ പുലി നാട്ടിൽ അല്ലെങ്കിൽ റോട്ടിൽ ഇറങ്ങുന്നത് വരെയുള്ള ഒരു ഗംഭീരമായിട്ടുള്ള വീഡിയോ ആണ് ഈ പ്രാവശ്യം. യെസ്, എന്റെ കൂടെ അടുത്തോരമ്പലം വേണം, ആലിങ്ങു ചേർന്നൊരു കുളവും വേണം, കുളിപ്പാനായി കുളം വേണം, കുളത്തിൽ ചതമര വേണം, കുളിച്ചു ചെന്നകം പൂകാൻ ചന്ദനം വേണം, മാലായാൽ തറ വേണം, അടുത്തോരമ്പലം വേണം, ആലിങ്ങു ചേർന്നൊരു കുളവും വേണം. അപ്പം പുലിമടയിലാണ്. ഈ പുലിനെ നമ്മൾ നേരത്തെ പുലിയായിട്ട് അംഗീകരിച്ച് കഴിഞ്ഞതാണ്. ഇതേ പുതിയൊരാളോടെ. യെസ്, അപ്പം രണ്ടുപേരുടെയും എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം. ആദ്യം തന്നെ നമ്മുടെ തൃശ്ശൂർ ഭാഗ്യം അടിപൊളി കിടക്കാച്ച എക്സ്പീരിയൻസ് ആണ് നമ്മളെ കെട്ടികളെ. ഇവിടെ വന്ന് ഇപ്പൊ നമ്മൾ ഓൾറെഡി പുലിയാണ്. ഇവിടെ പുലിയാണ്. ഞങ്ങളെ പോലെ ഉള്ളവർക്കൊക്കെ തിളങ്ങാൻ പറ്റിയ ഒരു അവസരമാണ് ഈ പ്രാവശ്യം. അതായത് എന്റെ കൂടെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്ന ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാനൊക്കെ. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വന്നതാണ്. പക്ഷെ ഞാനിപ്പോ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ പുലിയായി. അപ്പൊ തൃശ്ശൂരിലെ മറ്റൊരു പുലിമടയിലാണ് എത്തിയിട്ടുള്ളത്. ഒരുപാട് പുലികൾ ഇവിടെ ഒരുങ്ങുന്നുണ്ട്. ഒരുപാട് പുലികൾ അവരെ ഒരുക്കുന്നുണ്ട്. അതേപോലെ തൃശ്ശൂരിലെ ഫേമസ് ടാറ്റു ആർട്ടിസ്റ്റ് ആണ്. അതോടൊപ്പം തന്നെ മലയാള സിനിമയിലെ ഒരു കൊറിയോഗ്രാഫറോടെ ആയിട്ടുള്ള ഒരാള് നമ്മുടെ കിരൺ ബ്രോ ഇവിടെ ഒരുക്കുന്നുണ്ട്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഒന്ന് ഡാൻസ് കളിച്ചിട്ട് വരയ്ക്കാൻ തോന്നുന്നുണ്ടോ? ഡാൻസ് കളിച്ച് വരയ്ക്കാൻ എത്ര പുലികളെ ഒരുക്കി? 50 പുലികളെ സൈസാക്കിയിട്ടുണ്ട്. കുറെ കാലമായി, കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും വരയ്ക്കണത്. അപ്പൊ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അച്ഛൻ ഒരു പുലിക്കളി വരച്ചപ്പോൾ പാരമ്പര്യം വെച്ചിട്ടാണ് വീണ്ടും ഞാൻ ഇത് വരയ്ക്കാൻ ഇറങ്ങിയിട്ടുള്ളത്. ഇതിപ്പോ ചക്കാമുക്ക് ടീമാണ്, നമ്മുടെ സ്വന്തം നമ്മുടെ ചേട്ടന്മാരുടെ ടീം. നമ്മുടെ ബഹുമാനപ്പെട്ട കൗൺസിലർ പുലികളൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് മാഡം ഇത് കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? തികച്ചും ഒരുപാട് ആശങ്കകൾക്ക് ഒടുവിൽ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം യാഥാർത്ഥ്യമാവുകയാണ്. പുലിക്കളി നടക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഒരു സംശയത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ മാറി തൃശ്ശൂരുകാർക്ക് പുലിക്കളി ഇല്ലാതെ എന്തോണം എന്നുള്ളൊരു വസ്തുത എല്ലാവർക്കും ലോകമെമ്പാടും അറിയുന്ന ഒരു വിഷയം തന്നെയാണ്. അപ്പൊ നമ്മുടെ പുലികളൊക്കെ തന്നെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തികച്ചും എല്ലാവരും ആ ഒരു 5 മണിയുടെ സമയം ഫ്ലാഗ് ഓഫിന് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. വരാഹരൂപം ദൈവവരീഷ്ടം വരസ്മിതവദനം. ഈ തവണത്തെ തൃശ്ശൂർ ഇലക്ഷൻ പോലെ തന്നെ ഈ തവണത്തെ തൃശ്ശൂർ പുലിക്കളിയും ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരിക്കും. കാരണം പുലികളും ഈ കംപ്ലീറ്റ് മുട്ടകളും. എന്താ സ്ഥിതി? ഇതെന്താ കാണുന്നത്? ഞാന് പൊളിച്ചെടുക്കാൻ പോവാണ്. ഇത്ര ആളുകൾ, എനിക്ക് തോന്നുന്നു തൃശ്ശൂര് മാത്രല്ല ഇന്ത്യയിൽ നിന്ന് പുറത്തുനിന്നും ഇവിടെ ആളുകൾ വന്നിട്ടുണ്ട്. എന്തെങ്കിലും വിശേഷം ഒന്ന് പറയും.
പുലിക്കളിയല്ല മൊട്ടക്കളിയാന്ന് പറയുന്നത്. അടിപൊളി. ഇത് കണ്ടപ്പോ ബൈക്ക് എന്താ തോന്നുന്നത്? ഞങ്ങളെ കണ്ടപ്പോ ഇത് കണ്ടപ്പോ ഒരു എന്താ പറയാ, ഒരു ഐശ്വര്യോ, ഒരു എന്താ പറയണ്ടെന്ന് അറിയില്ല. കാരണം ഒരു എന്താ പറയാ, ഒരു രണ്ട് മുട്ടി പോകുമ്പോഴത്തേക്കുള്ള ഒരു ടെൻഷൻ. കല്യാണം, പെണ്ണ് കിട്ടുന്നില്ല, അതില്ല, ഇതില്ല, ജോലിയില്ല, മാർക്കറ്റിംഗ് സെയിൽസിലില്ല. ഇത് മതി അതിന്. എന്താ ബാക്കി നിങ്ങളെ ഓരോ ആൾക്കാരെ വിശേഷം ഒന്ന് പറയോ? ഇങ്ങനെ ഒരു ടീം ഉണ്ടാവാനുള്ള കാരണം? ഞങ്ങളുടെ സംഘടനയുടെ പേര് മൊട്ട ഗ്ലോബൽ എന്നാണ്. മൊട്ട ഗ്ലോബൽ. ഇപ്പൊ ഏകദേശം 500-നടുത്ത് ആളുകളുണ്ട്. 500 ആളുകൾ. അതായത് ചുരുക്കി പറഞ്ഞ 500 മൊട്ടകൾ. അത് കേരളത്തിനകത്തും അതിൽ ഇന്ത്യക്കകത്തും മറ്റു വിദേശ രാജ്യങ്ങളിലുമായിട്ടാണ് ഇങ്ങനെ ചിത്രീകരിക്കുകയാണ് മൊട്ടകൾ. ഒക്കെ വളരെ പോസിറ്റീവ് ആയിട്ടാണ് എല്ലാ ആളുകളും. എല്ലാവരും പോസിറ്റീവ് ആയിട്ടാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇതൊരു ട്രെൻഡ് ആവും. ഇനി മുടിയുള്ള ആളുകൾ മൊട്ടയടിച്ച് നിങ്ങളെ കൂടെ വരും എനിക്ക് തോന്നുന്നു. അത് എല്ലാവരും ഒരുവിധം എല്ലാവരും മുടിയുള്ള ആളുകളാണ് മൊട്ടയടിച്ചേക്കണത്. അതെ അതിന് മൊട്ടടിക്കുമ്പോൾ നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് ആണ് കിട്ടുന്നത്. ചെറിയ ജീവിതത്തിൽ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഒരു ഇത്രയും മുടി പോകുമ്പോൾ പറയാൻ കഷണ്ടി എന്ന് പറയുമ്പോൾ ജീവിതം എന്തോ നഷ്ടപ്പെട്ടെന്ന് നിന്നും ഒന്നും സംഭവിക്കുന്നില്ല. ഇതുകൊണ്ടൊന്ന് തെളിയിക്കുകയാണ് ഈ മൊട്ട ഗ്ലോബലിലൂടെ. നമ്മുടെ ബേസിക്കലി ബോഡി ഷെയ്മിങ്ങിന്റെ എല്ലാ ആസ്പെക്റ്റും, വണ്ണം, നിറം, ഇതൊന്നും ഒരു കാര്യമില്ല. മനുഷ്യനാവുക മൊട്ട ഗ്ലോബലിന്റെ ആത്യന്തികമായ ലക്ഷ്യവും മുമ്പോട്ടുള്ള വഴിയും അത് മാത്രമാണ്. അപ്പൊ എന്തായാലും തൃശ്ശൂർ വെച്ച് പുലിക്കളി നടക്കുന്നു. അതിനുവേണ്ടി ഒരു പാട്ട് വേണ്ടേ? തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ പുലിയും പൂരമാണ്. കാന്ത ഞാനും വരാം തൃശ്ശൂർ പുലിക്കളി കാണാൻ. എല്ലാവരും കാന്ത ഞാനും വരാം തൃശ്ശൂർ പുലിക്കളി കാണാൻ. ഈ തവണ പെൺപുലികൾക്കും എനിക്ക് തോന്നുന്നു കോമ്പറ്റീഷൻ ആണ്. മറ്റൊരു പുലിമടയിൽ മറ്റൊരു പെൺപുലിക്കൊപ്പമാണ് ഉള്ളത്. എന്താണ് എക്സ്പീരിയൻസ്? ഫസ്റ്റ് ടൈം ആണോ? ഫസ്റ്റ് ടൈം ആണ്. ഓക്കെ, പേരെന്താ? പ്രിയ എന്നാണ് പേര്. ഓക്കെ, ഒല്ലൂരിന്നാണ്. അപ്പൊ കൊറേ നാളത്തെ ആഗ്രഹമാണ് പുലിയാവണം എന്നുള്ളത്. തൃശ്ശൂരാണ് താമസിക്കുന്നതെങ്കിലും നമ്മള് ഇതുവരെ പുലികളി നേരിട്ട് കണ്ടിട്ടില്ല. യൂട്യൂബിൽ കൂടെ TV കൂടെ ഒക്കെ ഉള്ള ആ ഒരു കാണൽ തന്നെ ഉള്ളൂ. അപ്പൊ അതായിട്ട് കാണുകയും ചെയ്യാം, പുലി ആവുകയും ചെയ്യാം. എങ്ങനെയാണ് ഫാമിലിന്റെ ഭാഗത്തുനിന്നും ഫ്രണ്ട്സിന്റെ ഭാഗത്തുള്ള സപ്പോർട്ട്? നല്ല സപ്പോർട്ടറാണ്. ഹസ്ബൻഡ് ഒക്കെ തന്നെയാണ് ഇവിടെ കൊണ്ടുവന്ന് വിട്ടത്. പിന്നെ ഇവിടെ ഉള്ളവരൊക്കെ ആയിട്ട് നല്ല സപ്പോർട്ടാണ്. ഒരു ഇഷ്ടം മനസ്സിൽ വെച്ച് നിൽക്കാതെ ഇനി വരണം എന്നാണ് ആഗ്രഹം. എന്റെ 25ാമത്തെ കൊല്ലമാണ്. അപ്പോ 13 വർഷങ്ങൾക്ക് ശേഷമാണ് ചക്കമുക്ക് ദേശം ഇപ്പോ വീണ്ടും സജീവമായിട്ട് ഇറങ്ങുന്നത്. അപ്പൊ അതില് അവര് എനിക്ക് അംഗീകാരമായിട്ട് തന്ന ഒരു കളറാണ് ഈ ഗോൾഡൻ പുലി. ആവശ്യം കൂടി ഇറക്കിയാ മതി. ആദ്യത്തെ ഇതിൽ ആവേശം കൊണ്ടിട്ടല്ലേ വീണ്ടും വരുന്നത്. അത്രയും സപ്പോർട്ടീവ് ആയാലുണ്ടല്ലോ വരുന്നത്. നമ്മുടെ ഒരു ആവേശം നമ്മുടെ പുലിക്കളി ഈ ആവേശമാണ്. അത് ഞങ്ങൾ പൊരിക്കും. ഞങ്ങൾ 60 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഒരു മേഖലയില്, പുലികളെ അണിയിച്ചൊരുക്കുന്ന ഈ ഒരു മേഖലയിൽ. അപ്പൊ എന്തൊക്കെയാണ് ഈ ഒരു ഇതിന്റെ ഐതിഹ്യം, അല്ലെങ്കിൽ ഇത്രയും കാലത്തുനിന്ന് എന്താ പറയാനുള്ളത് മലയാളികളോട്? തൃശ്ശൂരിന്റെ തനത് കലയായ പുലിക്കളി നല്ല രീതിയിൽ കലവും നടന്നു പോട്ടെ, നിലനിൽക്കട്ടെ. അപ്പോൾ ഗവൺമെന്റും കോർപ്പറേഷനും എല്ലാം നല്ല സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിന്റെ പേരിൽ നല്ല രീതിയിൽ നടന്നു പോകുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് വേർഷെട്ട് തുടങ്ങിയതാ. അന്ന് ഒലക്കയില് കയറി കളിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഒലക്ക 4 പേര് 2 ഒലക്ക, 4 പേര് 2 തോളിൽ വെച്ചിട്ട് ആ ഒലക്കയുടെ മുകളില് പുലിയായിട്ട് കളിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഞാൻ നിങ്ങളുടെ ഉണ്ണിക്കണ്ണം മംഗലുണ്ടാമ. ഞാൻ തൃശ്ശൂർ പുലിമടയിലാണ്. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പോലെ ഞാനും ഭയങ്കര ഇതിലാണ് നിൽക്കുന്നത്. എല്ലാം അടിപൊളിയാക്കണം, സൂപ്പറാക്കണം. അതിനുവേണ്ടി എല്ലാ വരയും ഫിനിഷിങ്ങും കഴിഞ്ഞ് എല്ലാം റെഡിയായി നിൽക്കുകയാണ്. 3-3:30 സ്വരാജ് റൗണ്ടിലേക്ക് പുലിപ്പട തന്നെ ഇറങ്ങി, സീതാറാമിന്റെ പുലിപ്പട ഇറങ്ങി അടിപൊളിയാക്കും. എല്ലാവിധ സപ്പോർട്ടും വേണം. കാണണം.